എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിൽ നിന്ന്. അങ്ങനെ കുഞ്ഞപ്പുവിൻ്റെ പട്ടാള സംഘം മരുഭൂമിയിലൂടെ മരണപ്പാച്ചിൽ പാഞ്ഞു. രാത്രിയിൽ മരുഭൂമിയുടെ മറ്റൊരു കോണിൽ ക്യാമ്പടിച്ചു കൂടി. അപ്പോൾ ആണ്ടിയുടെ ഒരു കൂർത്ത ചോദ്യം: രാത്രിയിൽ എന്തിനാണ് ക്യാമ്പടിച്ചു കൂടിയത്? ശത്രുക്കൾ കാണാതെ സുഖമായി ഒളിച്ചോടാൻ പറ്റിയ അവസരം രാത്രിയിലല്ലേ? കുഞ്ഞപ്പു ആണ്ടിയെ ഉഗ്രമായൊന്ന് നോക്കി. രാത്രിയിൽ അവിടെ പാർക്കാനല്ല തമ്പടിച്ചത്. കഥ മുഴുവനും കേട്ടിട്ട് സംശയം ചോദിച്ചാൽ മതി. കേട്ടോ, ഇത് കള്ളാധാരമെഴുത്തല്ല, യുദ്ധമാണ്, യുദ്ധം. ജർമ്മൻ വാർ തരം പോലെ പല അടവുകളും പ്രയോഗിക്കേണ്ടി വരും. ആണ്ടി അടങ്ങി. കുഞ്ഞപ്പു കഥ തുടർന്നു. ക്യാപ്റ്റൻ പട്ടാളക്കാരെയെല്ലാം വിളിച്ച് മുമ്പിൽ അണിനിരത്തി. കയ്യിൽ വലിയൊരു മാപ്പും നിവർത്തിപ്പിടിച്ച് പരിശോധിച്ചുകൊണ്ട് അങ്ങനെ ഒരു ലെക്ചർ തന്നു. നമ്മളിപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് ശത്രുക്കളുടെ താവളത്തിനടുത്താണ്. താവളത്തിനടുത്ത് എവിടെയോ ആണ്. തുർക്കികളുടെ ക്യാമ്പുകൾ ഈ പ്രദേശത്തുണ്ടായിരിക്കും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. നമ്മൾ അവരുടെ മുമ്പിൽ ചെന്ന് വിട്ടാൽ പെട്ടത് തന്നെ. തീപ്പെട്ടിക്കോലിലെ മരുന്ന് പോലും നമ്മുടെ കൈവശമില്ല. അതിനാൽ ഇനി മുമ്പോട്ട് നീങ്ങണമെങ്കിൽ വഴിക്ക് ശത്രുക്കൾ എവിടെയെങ്കിലും ക്യാമ്പടിച്ചിട്ടുണ്ടോ എന്ന് ഗൂഢമായി പരിശോധിക്കണം. അതിന് ഒരു ചാരൻ പോകണം. ആര് പോകും? ആരും അനങ്ങുന്ന മട്ടില്ല. അപ്പോൾ കുഞ്ഞമ്പു 4-5 അടി മുന്നോട്ട് നീങ്ങി ക്യാപ്റ്റനെ നോക്കി അറ്റൻഷനായി നിന്ന് സലൂട്ടടിച്ചു. തയ്യാർ. ശരി, ക്യാപ്റ്റൻ അഭിനന്ദിച്ചുകൊണ്ട് തലകുലുക്കി. നീ പോകുമോ?